രുചിക്കൂട്ട്. പ്രായഭേദമന്യേ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് പായസം. പായസമില്ലാത്ത പ്രധാന ആഘോഷങ്ങളോ അതുപോലെ തന്നെ സദ്യകളോ നമുക്ക് പരിചയം പോലുമില്ല. പായസങ്ങൾ എന്ന് പറയുന്നത് പണ്ട് ഒരു പ്രധാന കൂട്ട് അരിയും പാലും പഞ്ചസാരയും ആയിരുന്നെങ്കിൽ ഇന്നതൊക്കെ മാറി എല്ലാത്തരം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടും ലഭ്യമാകുന്ന എല്ലാ വസ്തുക്കളും ഒരുവിധം നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത വസ്തുക്കൾ വെച്ചിട്ട്, അതായത് വാഴക്കൂമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പോലും ഇപ്പോൾ പായസം നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നു. പായസത്തിൽ ചേർക്കുന്ന സുഗന്ധ ദ്രവ്യങ്ങളും അണ്ടിപ്പരിപ്പുകളും ഒക്കെയാണ് അതിന് ആസ്വാദ്യത നൽകുന്നത്. പായസങ്ങളിൽ ചേർക്കുന്ന ഏലക്ക, കുങ്കുമപ്പൂവയൊക്കെ ഒരുപോലെ രുചിയും ഗുണവും മണവും തരുന്നതിനോടൊപ്പം തന്നെ ആഹാരവസ്തുക്കളുടെ സംരക്ഷകങ്ങളായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. ഏലക്കയിലുള്ള എസൻഷ്യൽ ഓയിലാണ് അതിന് ഈ മണവും അതുപോലെ തന്നെ ഹൃദ്യമായ രുചിയും ഒക്കെ നൽകുന്നത്. ആഹാരവസ്തുക്കളുടെ ബാക്ടീരിയയുടെ തോത് കുറയ്ക്കുവാൻ ഇത്തരത്തിലുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആഹാരത്തിൽ സുഗന്ധവ്യഞ്ജനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഒരു ശീലമാക്കുന്നത് നല്ലതാണ്. ഏലക്കയ്ക്ക് മാത്രമല്ല, കറുവപ്പട്ടയ്ക്കും അതുപോലെ തന്നെ ഗ്രാമ്പൂവിനുമൊക്കെ ഈ ഒരു ഗുണമുണ്ട്. പ്രത്യേകിച്ചും മാംസ ഭക്ഷണങ്ങളിൽ നമ്മളിവ ധാരാളമായി ഉപയോഗിക്കുന്നതിൻ്റെ കാരണവും ഒരു പരിധിവരെ അത് തന്നെയാണ്. ഏലക്കയിലുള്ള ഈ പറഞ്ഞ ഓയിലുകൾക്ക് വയറുവേദന അതുപോലെ തന്നെ വയറ് കമ്പനം ഇതൊക്കെ കുറയ്ക്കാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ പണ്ട് ഏലക്കയൊക്കെ ചേർത്തിരുന്നത് ആ വസ്തുക്കൾ കൂടുതലായിട്ട് ചേർക്കുമ്പോൾ വയറിനുണ്ടാകാവുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കൂടിയായിരുന്നു. ഇത് ധാരാളം മധുര പലഹാരങ്ങൾക്കൊപ്പം തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഏറ്റവും എളുപ്പത്തിലൊരു പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു 1/4 കപ്പ് ബസ്മതി അരി കുതിർത്ത് വെച്ചിട്ട് പൊടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഒരു 3/4 കപ്പ് പഞ്ചസാര, 20 ബദാം, ഏലക്ക, കുങ്കുമപ്പൂ, റോസ് വാട്ടർ, റോസ് പെറ്റൽ, ഇതൊക്കെ ഇനി നമുക്കിതിന് ഈ പറഞ്ഞ ഉപയോഗങ്ങൾക്കായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് പാല് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് പൊടിച്ചു വെച്ച അരിപ്പൊടി അത് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. അത് ഇത്തിരി കുറുകി വരും. ഒരു 5 മിനിറ്റോളം ഇളക്കി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കുക. എന്നിട്ട് പാല് നന്നായി കുറുകി അതിൻ്റെ പാൽപ്പാടയൊക്കെ മുകളിൽ വന്ന് ഒരു ക്രീമി ആയിട്ടുള്ള കൺസിസ്റ്റൻസി നമുക്ക് തോന്നും. അപ്പോൾ നമുക്കിത് നിർത്തിയിട്ട് അതിലേക്ക് 5-6 ഏലക്ക പൊടിച്ചതും അതുപോലെ തന്നെ ബദാം അത് കുറച്ച് അരിഞ്ഞും അതുപോലെ തന്നെ കുറച്ച് അതിൻ്റെ ഒരു ബദാം പൗഡറാക്കി നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. പിന്നെ പിസ്തയൊക്കെ ഇട്ട് നന്നായിട്ട് ഗാർണിഷ് ചെയ്ത് തണുപ്പിച്ച് കഴിക്കാം. രുചിക്കൂട്ട്. നിർവഹണം ലീന.